അങ്ങനെ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മളല്ല ഞാൻ, ഇവരൊക്കെ മുന്നേ പോയതാണ്. ഞാൻ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ട് പാസ്പോർട്ട്, എനിക്ക് 3 വയസ്സായപ്പോൾ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് 23 വയസ്സായി. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു തവണ റിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം 20 വർഷമായി പാസ്പോർട്ട് എടുത്തിട്ട്. അതിന് ശേഷം ഞാൻ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിക്കാൻ പോയി. അപ്പം ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്യാൻ ഉള്ളിൽ കയറാം. അങ്ങനെ നമ്മൾ എയർ ഏഷ്യ കൗണ്ടറിൽ പോയി ലഗേജിൻ്റെ വെയിറ്റൊക്കെ നോക്കി ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങി നമ്മൾ നേരെ ലോഞ്ചിലോട്ട് വിട്ടു. ലോഞ്ചിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് ബോർഡിങ്ങിന് കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തിട്ട് ബോർഡിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ ഗേറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ലോഞ്ചിൽ വെയിറ്റ് ചെയ്തു. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത്, ആക്ച്വലി ചെക്കിൻ ചെയ്യാനില്ല, ഞങ്ങൾ മലേഷ്യക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ടു മലേഷ്യ. അങ്ങനെ ഇപ്പം ഹാൻഡ് ലഗേജ് മാത്രമേ ഉള്ളൂ. ക്യാബിൻ ലഗേജ് 7 kg പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെ ക്യാബിൻ ലഗേജൊക്കെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ലോഞ്ചിൽ കയറി ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാം. ഞങ്ങളുടെ ഫ്ലൈറ്റ് 11:20 നൈറ്റ്. ഇപ്പം ഞങ്ങളുടെ ബോർഡിങ് ടൈം 10:55 ആണ്. നമുക്ക് ഇനിയും 1 hour ഉണ്ട്. നമ്മൾ വിചാരിച്ചു ലോഞ്ചിലിരിക്കാം, ഒരു 10:30 ഒക്കെ ആകുമ്പോൾ ഗേറ്റിന് അങ്ങോട്ട് പോകാമല്ലോ വിചാരിച്ചിട്ട് ലോഞ്ചിലിരിക്കുകയാണ്. ഒരു സൈഡിൽ അമ്മയും അച്ഛനവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഞാനപ്പം വീഡിയോ ബാക്കി എടുക്കാൻ വിചാരിച്ച് ഇങ്ങനെ എടുക്കുക. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിക്കുന്നതിൻ്റെ. ഞാൻ ഭയങ്കര ചെറുതായിട്ടാണ് പാസ്പോർട്ട് എടുത്തത്. ഞാൻ എൻ്റെ ആദ്യത്തെ പാസ്പോർട്ടിലെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ആദ്യത്തെ പാസ്പോർട്ടിലെ ഫോട്ടോ. കുഞ്ഞി സായി കണ്ടില്ലേ, ഭയങ്കര ചബ്ബി സായി. ഈ ഫോട്ടോ ആയിരുന്നു ഞാൻ പാസ്പോർട്ട് എടുത്ത ടൈമിൽ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം 10th പഠിക്കുമ്പോഴാണ് എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തത്. ഇപ്പം എൻ്റെ പാസ്പോർട്ടിലുള്ളത് എൻ്റെ സ്കൂൾ ഫോട്ടോ ആണ്, സ്കൂളിൽ 10th പഠിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ 2027 അങ്ങനെ എന്തിനുമാണ് എൻ്റെ അടുത്ത എക്സ്പയർ ആവുക. അപ്പോൾ വീണ്ടും റിന്യൂ ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത്രയും ചെറുപ്പത്തിൽ പാസ്പോർട്ട് എടുത്തപ്പം ബോധം വെച്ച കാലം മുതൽ, ബോധമല്ല കുറച്ച് ഇങ്ങനെ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് വരുമ്പോൾ തൊട്ട് ഞാനിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറേ ആയിട്ട് പറയായിരുന്നു, അച്ഛൻ എപ്പോൾ 3 വയസ്സായപ്പോൾ എന്നെ പാസ്പോർട്ട് എടുപ്പിച്ചിട്ടില്ല, ഇനിയെങ്കിലും എന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ഇവർ ദുബായ് ബഹ്റിൻ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു എനിക്ക് വരണം, പക്ഷെ നടന്നിട്ടില്ല. ഫൈനലി മലേഷ്യയാണ് നടക്കാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡാണ്. എന്തിനാ അത്ര എക്സൈറ്റഡ് ആവുന്നത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഞാനിപ്പം നമീനി ടൈസേട്ടനെയൊക്കെ വിളിച്ച് ഗൈസ് എൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിക്കാൻ പോവാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ്. അവർ ആക്ച്വലി തായ്ലൻഡിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനിതൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ പോവുകയാണ്. ഞാൻ പോയി ഇനി ഫ്ലൈറ്റ് കയറുമ്പോൾ വീഡിയോ എടുക്കാം. പിന്നെ ഞാൻ മലേഷ്യൻ എയർപോർട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, വീണ്ടും കാണാം. അങ്ങനെ ഞങ്ങളുടെ ബോർഡിംഗ് ടൈമായി. ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറി. രാത്രിത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തത്തെ വ്യൂ ഒന്നും കാര്യമായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്ലൈറ്റ് കയറി ഉടനെ ഞാൻ കിടന്നുറങ്ങി. പിന്നെ അവിടെ എത്തി എന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴാണ് ഞാൻ എണീച്ചത്. നേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇമിഗ്രേഷൻ കൗണ്ടറിലോട്ട് പോയി ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്തു. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് പുറത്ത്. ഞങ്ങൾ ആക്ച്വലി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവർ നമുക്കിവിടെ ഒരു ഗൈഡല്ല, ഇവിടുത്തെ ഒരു ട്രാവൽ ഏജൻസി പോലെ, നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരികയാണെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരിക്കില്ല. അപ്പം ഇവിടുത്തെ ഒരു ട്രാവൽ ഏജൻസി പോലെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളെ പിക്കപ്പിന് വരും. നമ്മളിപ്പോൾ പുറത്തേക്ക് നടക്കുക. അവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പുറത്തിറങ്ങിയത് തൊട്ട് ഭയങ്കര മണങ്ങളാണ്. ഫുൾ ബേക്ക് ചെയ്ത കേക്കിൻ്റെ മണം, നൂഡിൽസിൻ്റെ മണം. വിശപ്പില്ലാതെ എനിക്ക് വിശക്കുന്നുണ്ട് ഇപ്പോൾ. ഇവിടെയൊക്കെ ഫുള്ള് ഹോളുണ്ട്. കേക്കൊക്കെ ബേക്ക് ചെയ്ത് വെച്ച് കാണാൻ എനിക്ക് ഭംഗിയാണ്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം കഴിക്കാൻ. പിന്നെ ഇവിടെ ഫുൾ ഡ്രസ്സൊക്കെ കാണാൻ എന്ത് രസമാണ്, കൊറിയൻ സ്റ്റൈലൊക്കെ. പിന്നെ ഞാൻ സീരീസിൽ മാത്രം കണ്ടുവരുന്നത് കൊറിയൻ പീപ്പിളിനെ കാണുന്നുണ്ട് ഇവിടെ. കൊറിയൻ പീപ്പിളല്ല, സീരീസിൽ മാത്രം കണ്ടുവരുന്ന ഫേസസ് എല്ലാവരും ഒരേപോലെ. നമ്മൾ 5 പേരാണ്. ഞങ്ങൾ 3 ആളും. പിന്നെ ടെർമിനൽ 2 അച്ഛൻ്റെ വേറെ 2 ഒരു ഫ്രണ്ടും വൈഫും, അങ്കിളും വൈഫും ഡൽഹിയിൽ നിന്ന് ടെർമിനൽ 2 ഇറങ്ങി. നമ്മൾ അവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നിൽക്കാൻ പോകുന്നത് അച്ഛൻ്റെ വേറൊരു ഫ്രണ്ട് വീട്ടിൽ, അങ്ങോട്ട് പോവാം. അപ്പം ഞങ്ങൾ
ഞങ്ങള് 5 പേർക്ക് വേണ്ടി ഉള്ള വണ്ടിയാണിത്. എത്ര ആൾക്കാർക്ക് പോവാതില്ല അറിയോ? അപ്പൊ അങ്ങനെയാണ് പരിപാടികൾ. മലേഷ്യ കാണിച്ചു നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഞങ്ങൾ ആക്ച്വലി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ടൈം സൺറൈസ് ഒരു ടൈം ആയതുകൊണ്ട് തന്നെ സ്കൈയിൽ ഒരു സൈഡ് ഫുൾ ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ മലേഷ്യയിൽ ഫുൾ ലൈക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു സിറ്റി എത്തുന്ന വരെ കംപ്ലീറ്റ് ഗ്രീനറിയാണ്. ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയ 2 സൈഡിലും പാം ട്രീസാണ്. അവിടെ ഏറ്റവും കൂടുതൽ പാം ഓയിൽ കിട്ടുന്ന സ്ഥലമാണ് ഇത്ര മലേഷ്യ. അതുകൊണ്ടാണ് അവിടെ ഫുൾ പാം ട്രീസ് ഉള്ളതെന്ന്. അങ്ങനെ മലേഷ്യൻ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. അവിടെ എത്തി ഒന്ന് ഫ്രഷായി നമ്മളപ്പം തന്നെ സൈറ്റ് സീയിങ്ങിനൊക്കെ ഇറങ്ങും. അപ്പോൾ ബാക്കി വീഡിയോസ് വഴിയേ വരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോസൊക്കെ കാണണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.